തിളങ്ങുന്ന വെള്ളിമേഘങ്ങൾക്കിടയിലൂടെ ഒരു യാത്ര ജീവിതത്തിലെ ട്രാവൽ ട്രെൻഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു പ്രത്യേകത നിറഞ്ഞ വീഡിയോ ആണ്. എന്റെ വീട്ടിലുള്ള എല്ലാവരെയും കൊണ്ടൊന്ന് നമ്മൾ ഫ്ലൈറ്റ് കയറ്റാൻ വേണ്ടി പോവാണ്. ഇവരുടെ എല്ലാ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. കൊച്ചിയിൽ നിന്നും വളരെ കുറഞ്ഞ ചെലവിൽ പോകാൻ പറ്റുന്ന ഒരു ഫ്ലൈറ്റ് യാത്രയുടെ വിശേഷമാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. കൊച്ചി ടു സേലം. കുറെ വീഡിയോസും റീൽസും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് 950 രൂപയ്ക്ക് ഫ്ലൈറ്റ് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു യാത്രയുടെ വിശേഷമാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഞങ്ങൾ ഒരു 6 പേര് ആദ്യമായി ഫ്ലൈറ്റിൽ പോകുന്നു. ഞാനല്ല, ബാക്കി 5 പേര് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോകുന്നതാണ്. അമ്മയും അമ്മൂമ്മയും അങ്ങനെ ആണെങ്കിൽ എല്ലാവരെയും കൊണ്ടാണ് ഇന്നത്തെ യാത്ര. കൊച്ചിയിൽ നിന്നും നിങ്ങൾക്ക് ആണെങ്കിലും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫ്ലൈറ്റ് യാത്രയുടെ വിശേഷമാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പോൾ അതേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങോട്ടോ. ഫ്ലൈറ്റ് കയറാൻ വേണ്ടി എല്ലാവരും റെഡിയാണ്. റെഡിയല്ലേ? അതെ, അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്, ചിറ്റയുണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇന്ന് വിമാനത്തെ കയറല്ലേ? വിമാനത്തെ കയറാൻ റെഡി ആയിട്ട് കുറെ ആളുകൾ വിമാനം വരുമ്പോ കാണാൻ ഓടുന്നവരാ. അതെ അതെ അതെ, അപ്പൊ ഇന്ന് ഞങ്ങള് നേരിട്ട് അനുഭവിക്കാൻ പോവാണ്. വിമാനത്തിൽ കയറാൻ എല്ലാവർക്കും. അപ്പൊ എന്താണേലും നമുക്ക് നേരെ കൊച്ചി എയർപോർട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. എയർപോർട്ടിലേക്ക് എത്തിയിട്ടോ. എയർപോർട്ടിൽ ഡൊമസ്റ്റിക് ടെർമിനലാണ് നമുക്ക് പോകേണ്ടത്. നമ്മളിത് അകത്തോട്ട് കയറി, എയർപോർട്ടിൻ്റെ അകത്തോട്ട് കയറി, എല്ലാവരും ഉണ്ട്. നമുക്കിനി അപ്പോൾ നമ്മുടെ അലയൻസ് എയറിൻ്റെ ചെക്കിന് കയറണം. നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റാണ്. എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെല്ലേണ്ടത് ഇതുപോലെ സ്റ്റാർ അലയൻസിൻ്റെ കൗണ്ടറുണ്ട്. അവിടെ ചെന്ന് നമ്മുടെ ID കാർഡും ഇത് കൊടുത്തു കഴിഞ്ഞാൽ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്ത് വരും. ആ ബോർഡിംഗ് പാസും കൊണ്ട് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞാൽ നമുക്ക് ഗേറ്റിലോട്ട് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിൻ്റെ കാരണം ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഉപകാരപ്രദമായിട്ട് എന്ന് വിചാരിച്ചിട്ടാണ്. എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ ടിക്കറ്റും ID കാർഡും കാണിച്ച് അകത്ത് കിടക്കാം. അവിടെ നിന്ന് അകത്ത് കിടന്നാൽ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു എയർലൈൻ്റെ കൗണ്ടർ കണ്ടുപിടിച്ച് അവിടെ നമ്മുടെ ബോർഡിംഗ് പാസിന് വേണ്ടിയിട്ട് ടിക്കറ്റും ID കാർഡും കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ എയർലൈൻ്റെ സ്റ്റാഫ് അവർ നേരിട്ട് നമുക്ക് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്ത് തരും. നമ്മൾ അലയൻസ് എയറിൻ്റെ കൊച്ചി ടു സേലം കൗണ്ടറിലാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് വേണം നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടാൻ. അപ്പോൾ ബോർഡിംഗ് പാസ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതേ നമുക്കുള്ള ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട് എല്ലാവരുടെയും. ഇതും കൊണ്ട് ഗേറ്റ് നമ്പർ 9 പോകാനാണ് പറഞ്ഞത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. നമുക്കൊരു ട്രെയിൻ കയറുന്ന ലാഭത്തോടു കൂടി നമുക്കൊരു ഫ്ലൈറ്റേ കയറി പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ നിന്ന് പോകുന്നതിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ആണ് കൊച്ചി ടു സേലം. ഞങ്ങൾക്ക് ഒരാൾക്ക് 1050 രൂപയാണ് ചാർജ് വന്നത്. ഫൈനലി നമ്മളിത് സെക്യൂരിറ്റി ചെക്ക് കിടത്തിട്ട് ഗേറ്റിലോട്ട് പോകട്ടോ. എല്ലാവരും പുറകിലുണ്ട്. കുറച്ച് ടഫായിരുന്നു. ഇന്റർനാഷണൽ പോകാൻ ഇത്ര ബുദ്ധിമുട്ടായിട്ടുള്ള സെക്യൂരിറ്റി ചെക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുപാട് സമയം എടുത്തു. എങ്ങനെയുണ്ടായിരുന്നു? കുറെ നേരം ടെൻഷൻ അടിച്ചു. എല്ലാ സാധനം അഴിച്ചു വെച്ചിട്ട് ഫുഡ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക. ഏതായാലും നേരെ ഗേറ്റ് നമ്പർ 9 പോകാനാണ് പറഞ്ഞത്. ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ആലുവ മെട്രോ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്നും കൊച്ചി എയർപോർട്ടിലേക്ക് ബസ് സർവീസ് ഉണ്ട്. ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ കണക്ട് ചെയ്തിട്ടാണ് ബസ് സർവീസ് ഉള്ളത്. അത് എയർപോർട്ടിൽ നിന്ന് തിരിച്ച് ആലുവയിലേക്കുണ്ട്. അപ്പോൾ 40 രൂപ ഒരാൾക്ക് ചാർജ് വരും. വളരെ കുറഞ്ഞ ചിലവിൽ എയർപോർട്ടിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഫൈനലി നമ്മുടെ ഗേറ്റിലോട്ട് വന്നിട്ടോ. നമ്മുടെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ 9ാമത്തെ ഗേറ്റാണ്. ഇവിടെ നിന്നാണ് സേലത്തിനുള്ള ഫ്ലൈറ്റ് പോകുന്നത് നമ്മൾ. അപ്പോൾ കൊച്ചിയിൽ നിന്ന് സേലത്തിലേക്കുള്ള യാത്രയ്ക്ക് ഞങ്ങൾക്ക് ഒരാൾക്ക് ചിലവായത് 1050 രൂപയാണ് ടിക്കറ്റ് ചാർജ്, ഇൻക്ലൂഡിങ് ടാക്സ് എല്ലാവരുടെയും കൂടിയിട്ട്. ഒരു മാസം മുൻപെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈ ഒരു റേറ്റിൽ പോകാൻ പറ്റും. ഇത് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ 2500 3000 ആ റേഞ്ചിലൊക്കെ കാണും. പക്ഷേ ഏറ്റവും കുറഞ്ഞ ദിവസം നോക്കി സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ റേറ്റിന് പോകാൻ പറ്റത്തുള്ളൂ. ഞങ്ങളൊരു 1.5 മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് 1050 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടിയത്. ഓൺലൈനിൽ നിങ്ങളുടെ പല വെബ്സൈറ്റ് മേക്ക് മൈ ട്രിപ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സൈറ്റുകളിൽ നിന്നും ബുക്ക് ചെയ്യാം. അത് കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും അടുത്തുള്ള ട്രാവൽ ഏജൻസി ത്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റുകളെല്ലാം ബുക്ക് ചെയ്യാൻ സാധിക്കും. ആ ടിക്കറ്റിന്റെ കൂടെ ഒരു എമൗണ്ട് കൂടി അവരുടെ കമ്മീഷനും കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. കൊച്ചി എയർപോർട്ടിൽ നിന്നും നിലവിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ് പറക്കുന്ന ഒരു ഫ്ലൈറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊച്ചി ടു സേലമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉഡാൻ സ്കീമിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫ്ലൈറ്റ് യാത്ര തുടങ്ങിയത്. ഇന്ത്യയിലെ ചെറിയ ചെറിയ സിറ്റീസിലേക്ക് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് തുടങ്ങിയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ജേണിയാണ് ഉഡാൻ സ്കീമിലുള്ള ഈ ഒരു പദ്ധതി. ഇതിൽ മെയിനായിട്ട് എയർ ഇന്ത്യയുടെ അലയൻസ് എയർ ആണ് സർവീസ് എല്ലാം നടത്തുന്നത്. തിരിച്ച് ഞങ്ങൾ ട്രെയിനിൽ പോരാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഫ്ലൈറ്റ് കയറാൻ താല്പര്യമുള്ള ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. ചെറുപ്പത്തിലേ നല്ല ആഗ്രഹമായിരുന്നു എയർപ്ലെയിൻ പോണ കാണുമ്പോൾ കാണാൻ കുറേ ഓടും.
ഓടുമ്പോൾ എന്തെങ്കിലും ഇതിനകത്തൊന്ന് കയറാൻ പറ്റിയെന്ന് ആഗ്രഹിച്ച് ഇന്നാണ് അത് സഫലമായത്. വളരെ സന്തോഷം. അതിലേറെ സന്തോഷം എൻ്റെ 2 അമ്മമാരുടെയും കൂടെ യാത്ര ചെയ്യാൻ പറ്റിയതാണ് എനിക്ക് അതിലേറെ സന്തോഷം. അമ്മമാരുണ്ട്, നിൽക്കുന്ന അനിയത്തി, എല്ലാവരുടെയും കൂടെ പോകാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുക എന്നുള്ളത് വളരെ വലിയൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ആ അനുഭൂതിയിലൊന്ന് വ്യാപരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. എനിക്ക് 80 വയസ്സായി. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. എൻ്റെ കൊച്ചുമോൻ ആണ് എന്നെ കൊണ്ടുവന്ന് ഇതെല്ലാം കാണിച്ചേക്കണേ. അതുകൊണ്ട് ഒത്തിരി സന്തോഷം. ഫ്ലൈറ്റ് കയറാൻ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞു വന്നപ്പോൾ ഒരു ആഗ്രഹം തോന്നി. ഒത്തിരി സുഖമില്ലാത്ത ആളാണ്, അതുകൊണ്ടൊക്കെ ആയിരുന്നു. എന്നാലും ഇപ്പം ഇന്നത്തെ ഒരു ദിവസം ഒത്തിരി കുറവുണ്ട് അസുഖമൊക്കെ. സന്തോഷം കൊണ്ടായിരിക്കും. സന്തോഷമുള്ളൂ. ഇത് അമ്മയാണ്, ഇത് കൊച്ചച്ഛനാണ്. വിശേഷം? നല്ല വിശേഷം, നല്ല സുഖം. ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിമാനമൊന്നും ഇങ്ങനെ പറന്നു പോണ കണ്ടിട്ടുള്ളതല്ല, കേറിയിട്ടില്ല. കയറണം എന്നൊരു ആഗ്രഹമൊക്കെ അങ്ങനെ തോന്നിയതാ. ഇന്നത് സാധിക്കാൻ പോവാ എന്നിരിക്കണം. വളരെ സന്തോഷം. അതാണ് പറയുന്നത്, ആഗ്രഹം ഉണ്ടെങ്കിൽ സംഭവം നടക്കും. നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കും അല്ലേ? അതാണ്. അപ്പൊ എന്താണേലും എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും വളരെ സന്തോഷത്തിലാണ്. അതിലുപരി ഇവരെല്ലാവരും ആദ്യത്തെ യാത്രയാണ്. അപ്പോൾ ആദ്യത്തെ യാത്രയിൽ എനിക്കും കൂടി പോകാൻ പറ്റുന്നതിൽ ഞാനും വളരെയധികം സന്തോഷത്തിലാണ്. എന്താണേലും ഒരു 1.25 മണിക്കൂർ ഫ്ലൈറ്റിൽ കയറാൻ പറ്റുന്ന ഒരു അവസരമാണ്. നിങ്ങളാണെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ളവരെ കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫ്ലൈറ്റ് യാത്രയാണ്. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാം. ബോർഡിങ്ങിന്റെ ടൈം ആയിട്ടുണ്ട്, നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. ഇവരുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി നല്ല പ്രചാരണം ഉള്ളത് കൊണ്ട് തന്നെ ഫ്ലൈറ്റ് ഏകദേശം ഫുള്ളാണ്. നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. നോക്കി അത്യാവശ്യം ഈ ഒരു ഫ്ലൈറ്റിൽ പോകാനുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും. അപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ഫ്ലൈറ്റ് യാത്രയ്ക്ക് പാസ്പോർട്ട് വേണമെന്ന്. ഇത് ഇന്ത്യയുടെ അകത്തായതുകൊണ്ട് ഇതിന് പാസ്പോർട്ട് വേണം. ആധാർ കാർഡ്, ലൈസൻസ്, പാൻ കാർഡ് അങ്ങനെയുള്ള ഏത് രേഖകളുണ്ടെങ്കിലും നമുക്കൊരു ഡൊമസ്റ്റിക് യാത്ര ഇന്ത്യക്കുള്ളിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാൻ അത് മതി. അപ്പോൾ അത് നമ്മൾ ബസ്സിലേക്ക് കയറാൻ പോകട്ടോ. ഫ്ലൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിലേക്ക് കയറാൻ പോവാണ്. ഇതേ കിടക്കുന്ന കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ്. നമ്മൾ ബസ്സിനാണ്, തൊട്ടടുത്താണെങ്കിൽ പോലും ബസ്സിനാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് വന്നു. എങ്ങോട്ടാ പോണെന്ന് അറിയോ? സേലം. നമ്മൾ സേലത്തിനാണ് പോകുന്നത്. ഡൊമസ്റ്റിക് ടെർമിനലിൽ അവിടെ ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ആട്ടെ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇൻഡിഗോ മാത്രമാണ് കാണുന്നുള്ളൂ, വേറെ ഫ്ലൈറ്റുകളൊന്നും തന്നെ ഇല്ല. അത് നമുക്ക് ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള സമയമായി. അപ്പോൾ അതേ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകട്ടോ. അപ്പോൾ നമ്മളിത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ സീറ്റ് നമ്പർ 11B ആണ്. അപ്പോൾ ഇതേ ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ഞാനും അമ്മയും അടുത്തടുത്താണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബോട്ടിൽ വാട്ടർ കിട്ടിയിട്ടുണ്ട്, ചെറിയൊരു ബോട്ടിൽ വാട്ടർ. ഇതെന്തുകൊണ്ട് മെച്ചമായിട്ട് തോന്നി, കാരണം ഉണ്ടല്ലോ തായ്ലൻഡ്, മലേഷ്യ ഒക്കെ പോകുമ്പോൾ ഒന്നും കിട്ടാറില്ല. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ അലയൻസ് എയർ ഈ ചെറിയ യാത്രയ്ക്ക് ഇതേ നോക്കിയൊരു ചെറിയ ബോട്ടിൽ വാട്ടർ തരുന്നുണ്ട്. കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്നതാണ്, അടിപൊളി. ഇപ്പം എന്താണേലും നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. അമ്മമാരതേ അവിടെ ഇരിക്കുന്നു, ചിറ്റയൊക്കെ എവിടെ ഇരിക്കുന്നു. ബെൽറ്റ് ഇട്ട് ഇവിടുന്ന് വരണുണ്ട്. അത് എടുത്തിട്ട് ഇതിങ്ങനെ ഞാൻ ഇട്ട് തരാം. വളരെ സന്തോഷമായിട്ടുണ്ട്. ആദ്യമായിട്ടുള്ള അടിപൊളി സന്തോഷം. ഇനി ഞങ്ങൾ ആകാശത്തിന്റെ താഴ്വരയിലൂടെ വെള്ളമേഘ കീറിനുള്ളിലൂടെ പറക്കണം. അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. ഇവരുടെ എല്ലാവരുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ്. പുറത്തുള്ള എല്ലാം കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഏതായാലും കൊള്ളാം. നമ്മുടെ ഫ്ലൈറ്റ് പയ്യെ മൂവ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലൈറ്റ് മെല്ലെ ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് അതിൻ്റെ കറക്റ്റ് ട്രാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണേലും ചെറിയ ഫ്ലൈറ്റ് ആട്ടോ, അത് വളരെ ചെറിയ ഫ്ലൈറ്റ് ആണ്. നമുക്ക് ഇരിക്കാനൊക്കെ ആണെങ്കിലും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലെഗ് സ്പേസും ഉണ്ട്. നമ്മുടെ എയർ ഏഷ്യയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇത്ര ലെഗ് സ്പേസ് ഇല്ല, കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്താണേലും ഇത് നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉള്ളൊരു ഫ്ലൈറ്റ് ആട്ടോ. ചെറുതാണെങ്കിലും നല്ല ലെഗ് സ്പേസ് ഉണ്ട്.
കണ്ടോണ്ടിരിക്കല്ലേ മേഘങ്ങൾക്കുള്ളിലായിട്ട്. അടിപൊളി അടിപൊളി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നീല ആകാശത്തിന്റെ മേഘവിധാനത്തിന്റെ ഉള്ളിലൂടെ ഞങ്ങൾ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷം. ഇത് ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാൻ പറ്റില്ലോ, അത് അതിലേറെ സന്തോഷം. തുടക്കം മാത്രം. എങ്ങനെയുണ്ട്? ഏതായാലും മോളിൽ നിന്നുള്ള കാഴ്ചകൾ ഭയങ്കര രസമുള്ള കേട്ടോ. പ്രത്യേകിച്ച് ഈ നൈറ്റ് ടൈമിലുള്ള ഫ്ലൈറ്റിലാണ് ഞാനാണെങ്കിൽ തന്നെ കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളൂ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏറത്തെ ഒരു കാഴ്ചയായിട്ട് നോക്കി, മേഘങ്ങളുടെ ഒരു കാഴ്ച നല്ല ഭംഗിയാണ്. അതുകൂടാതെ കേരള തമിഴ്നാട് ബോർഡർ നമുക്ക് ഈ ഒരു യാത്രയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതൊരു നല്ല രസമാണ്. കാരണം കേരളത്തിന്റെ അവിടെ മലയും അപ്പുറത്തോട്ട് രണ്ട് ക്ലൈമറ്റ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കാണുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നല്ല രസമുള്ള കാഴ്ചകളാണ് മോളിൽ നിന്ന് നോക്കുമ്പോൾ. താഴെ ഇങ്ങനെ മലകളിൽ മഞ്ഞ് കെട്ടിക്കേക്കുന്നത് കേരളവും അതിന്റെ അപ്പുറത്തോട്ട് തമിഴ്നാടും കേട്ടോ. ശരിക്കും ഫ്ലൈറ്റിൽ പോകുമ്പോൾ തന്നെ നമുക്ക് അതിർത്തി കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. നല്ല തെളിഞ്ഞ കാലാവസ്ഥ എല്ലാം കാണാം. തമിഴ്നാടാ നിരന്ന സ്ഥലം, മലയൊന്നുമില്ല. മലയില്ലാത്ത സ്ഥലം തമിഴ്നാട്, മലയുള്ള സ്ഥലം കേരളം. വണ്ടി ഓടണമെന്ന് പോകേണ്ട ഒന്നുമില്ല, നല്ല ഒരരപ്പ് മാത്രമേ ഉള്ളൂ. ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമായി, ഒത്തിരി സന്തോഷമായി. അടിപൊളിയല്ലേ, നല്ല എക്സ്പീരിയൻസ്. ഇതിൽ മാനത്തോടെ പറന്ന് കിടക്കുമ്പോൾ നോക്കുമ്പോൾ ഉള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ മേഘക്കീറുകൾക്കിടയിലൂടെ നമ്മളിങ്ങനെ പറന്ന് പോണാണേ നല്ല ഭംഗിയാ, നല്ലൊരു അനുഭവമാണ്, നല്ല അനുഭൂതിയാണ്. അമ്മേ അതിലെ കാണ്, എന്ത് രസാ കാണുമ്പേ. അതില് നോക്കി കാണ്, പിന്നെ പറഞ്ഞാ കിട്ടില്ല. ഇത് വലിയ ടൗണാ കേട്ടോ, ഇത് വലിയ ടൗണാ. അതേ ഒത്തിരി വീടുകളൊക്കെ ഉണ്ട്. ബസ്സിലൊക്കെ ഉള്ള കൂട്ട് 4 സീറ്റായിട്ട് വരുന്ന ഇതാണ്. 72 പേർക്ക് ഇരിക്കാവുന്ന സീറ്റിംഗ് പൊസിഷൻ. നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എയർ ഏഷ്യയുടെ കൂട്ടല്ല, കാരണം എയർ ഏഷ്യയുടെ ഇങ്ങനെ വരുമ്പോൾ ഫ്ലാറ്റ് ആണ്, കാല് മുട്ടും. എൻ്റെ ഇതുണ്ട് എത്ര വരുന്നിട്ട് കാല് മുട്ടും, അങ്ങനെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു ബോട്ടിൽ വെള്ളം തന്നു, അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പൊ ഇവരൊക്കെ എക്സൈറ്റ്മെന്റിന്റെ പീക്കിലാണെന്നുള്ള കാര്യത്തിൽ പറഞ്ഞറിയിക്കണ്ടല്ലോ, കാരണം പുറത്തേക്കുള്ള ഒരു കാഴ്ച അത് ഭയങ്കരമായിട്ടാണ്. ഞാൻ ഇതിനു മുന്നേ പലതവണ നമ്മൾ പല റൂട്ടിൽ ഇന്റർനാഷണൽ അടക്കം പോയിട്ടുണ്ടെങ്കിലും ഇത്ര ഡേ ടൈമിൽ ട്രാവൽ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ മേഘങ്ങളുടെയൊക്കെ ഒരു കാഴ്ച ഭയങ്കര രസമാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഏതായാലും ചെറിയ യാത്രയാണെങ്കിൽ ഇത്ര നല്ല മനോഹരമായ അനുഭവം എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഇവരുടെയൊക്കെ ആദ്യത്തെ ഒരു ഫ്ലൈറ്റ് യാത്ര ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് കൂടുതലും ഉണ്ടെന്ന് കൂട്ടിക്കോ. പക്ഷെ അതൊക്കെ നാച്ചുറലാണ്, ഇവരുടെ സന്തോഷമാണ് അതെല്ലാം. സ്വാഭാവികമായിട്ടുള്ള മഞ്ഞും മേഘവും ഒക്കെ കാണുന്നെങ്കിലും ഉണ്ടല്ലോ, അതിന്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വെയിലങ്ങ് തട്ടിയിട്ട് നല്ല വെള്ളി പളുങ്ക് പോലെ തിളങ്ങി നിൽക്കുക. കണ്ടിട്ടും മതിയാവുള്ളൂ. ഇത് സ്വപ്നമാണോ എന്നൊക്കെ തോന്നും ഇപ്പം ശരിക്കും. നല്ല എക്സൈറ്റ്മെന്റിലാണ്. പക്ഷെ ഇനി എത്ര പ്രാവശ്യം പോയാലും ഇനി എത്ര യാത്ര ചെയ്താലും ഈ ഒരു അനുഭവം, ഈ ഫസ്റ്റിലുള്ള അനുഭൂതി ഉണ്ടാവില്ല. പിന്നെ മക്കളൊക്കെ ഓരോരോ വഴിക്ക് പോകുമ്പോൾ നമ്മൾ വിഷമിച്ച് വേദനിച്ചൊക്കെ അല്ലേ വണ്ടിയിലിരിക്കണേ, അവർക്കും ഇത് ആസ്വദിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അപ്പം ഇത് ഇങ്ങനൊരു യാത്ര പോയാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അത് എല്ലാവരും കൂടെ ഉള്ളപ്പം അത് വളരെ വേറൊരു വൈബാണ്. പ്രായമായ 2 അമ്മമാരുടെ സന്തോഷം കേട്ടോ അതിലും വലുത്. കാരണം അവർ ലൈഫിൽ പോലും ഒരിക്കൽ പോലും അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല അവരൊരു ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്യുന്നുള്ളത്. അത് നമുക്ക് സാധ്യമാക്കി കൊടുക്കാൻ പറ്റിയത് തന്നെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. എന്താണെന്നറിയില്ല, പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല, അത്രയേറെ സന്തോഷമാണ്. ശരിക്കും ഉണ്ടല്ലോ, അമ്മമാരുടെ കമന്ററിയാണ് ഏറ്റവും അടിപൊളി. അവരുടെ അടുത്ത് നിന്ന് അത് കേൾക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ല അടിപൊളി സംഭവമായിരുന്നു. എനിക്ക് അമ്മമാരപ്പുറം ഇരുത്തി കൊണ്ടുപോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം സീറ്റ് അങ്ങനെ കിട്ടിയില്ല. കാരണം അവരുടെ കമന്ററി, അവരുടെ ഉള്ളിൽ നിന്ന് നിഷ്കളങ്കമായിട്ട് വരുന്ന അഭിപ്രായം, അത് കേൾക്കാനാ രസം. അയ്യോ, നിഷ്കളങ്കമായിട്ട് വരാത്ത ആള്. ചെറിയ മേഘത്ത് കുടുകുടു നിൽക്കണ്ടോടി അല്ലേ, ഒരു കുലുക്കം ഇല്ലേ, ഗട്ടറുണ്ടായിരിക്കും ഗട്ടർ. അപ്പൊ നമ്മൾ 6 മിനിറ്റിനുള്ളിൽ ഇറങ്ങും. അപ്പൊ സേലം എത്തുന്നതിന് മുൻപായിട്ടുള്ള കാഴ്ചകളാണ്. താഴെ പൊട്ടുപൊട്ടായിട്ട് കാണുന്നതൊക്കെ വീടുകളൊക്കെ കേട്ടോ. അപ്പോൾ കൊച്ചിയിൽ നിന്ന് പൊങ്ങിയപ്പോഴും നമ്മുടെ അതിരപ്പള്ളിയുടെയൊക്കെ നല്ല അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് പറയുമ്പോൾ കൃഷിത്തോട്ടങ്ങളുടെയും വലിയ വലിയ നെൽകൃഷിയാണെന്ന് തോന്നുന്നു. അതിൽ വിശാലമായ കൃഷിത്തോട്ടങ്ങളുടെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിത് ഈ സേലത്തേക്ക്, തമിഴ്നാട്ടിലെ സേലത്തിലേക്ക് ഇറങ്ങുവാണ്. ഏകദേശം 1 മണിക്കൂറും 15 മിനിറ്റും ഉള്ള ഒരു ഫ്ലൈറ്റ് യാത്രയാണ് 1050 രൂപയ്ക്ക് നമുക്ക് കിട്ടിയത്. എന്താണെങ്കിലും അത് ഒരിക്കലും നഷ്ടമായിട്ട് തോന്നുന്നില്ല. ആ മഞ്ഞിനകത്തേക്ക് വെളിച്ചടിക്കുമ്പോ തിളങ്ങി നിൽക്കൂല, നല്ല വെള്ളി പോലെ തിളങ്ങി നിൽക്കൂല. ഒരു സൈഡ് അതിന്റെ തണലും ഒരു സൈഡിൽ വെളിച്ചം കൂടെ ആയിട്ടല്ലേ ഇറങ്ങിയാലോ. ഈ താഴെ കാണുന്ന വലിയ ടൗണല്ലേ, നിറയെ വീടുകൾ, വീടുകളില്ലേ, വലിയ വലിയ ടൗണാണ്.
ഉദ്ദേശിച്ചില്ല, ഇത്രയും ഇങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ചുമ്മാ മേഘത്തിനിടയിലൂടെ അങ്ങ് പോകും അത്രേ ഓർത്തുള്ളേ. ഇതിപ്പോ അങ്ങനെയല്ല, നല്ല എന്താ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിൽക്കുക. മഞ്ഞൊക്കെ ഇങ്ങനെ വെളിച്ചം തട്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല കാലാവസ്ഥയിലായിരുന്നു നമ്മുടെ യാത്ര അല്ലേ. നല്ല തെളിഞ്ഞ കാലാവസ്ഥ. ആകാശം മൊത്തം താഴെ, നമ്മളതിന് മുകളിലുവാ. അതിന് മുകളിലും ആകാശം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അപ്പടി ഒരു ആകാശത്തിന്റെ താഴെ മാത്രം ആകാശത്തെ കുറിച്ച് ചിന്തിക്കുക. ഇപ്പൊ നോക്കുമ്പോ നമ്മളൊക്കെ ആകാശത്തിന്റെ മുകളിലല്ലേ നമ്മൾ കണ്ടോ. നിനക്ക് ഈ ചിറകിന്റെ അടിയിലായതുകൊണ്ട് മുകളിലെ ആകാശം കാണാൻ പറ്റണില്ല. നീ ചിറകിന്റെ അടിയിലായിപ്പോ എനിക്ക് ഇതിലൊക്കെ ശരിക്കും തീരാറായി. ഇറങ്ങാറായി. ഞാൻ കുറച്ചേരോടെ കണ്ടേട്ടോ, എന്നിട്ട് പറയാം. ഇറങ്ങി കഴിഞ്ഞിട്ട് പറയാം. താഴെ നോക്കുമ്പോ ഒരു തടാകമൊക്കെ കാണാട്ടോ. സേലത്തേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരുപാട് വീടുകൾ കാണാം. സിറ്റി ഏരിയ എന്ന് തോന്നുന്നു. നല്ല വീടുകളുടെ ഒക്കെ നല്ല കിടിലൻ വ്യൂ. അതുപോലെ തന്നെ ഇറങ്ങുമ്പോൾ നല്ല എയർ കട്ടറും കാര്യങ്ങളും ഉണ്ട്. അതേ നമ്മൾ ലാൻഡ് ചെയ്യുകയാണ്. അമ്മ കൈയടിക്കട്ടെ, അമ്മ കൈയടിക്കുന്നുണ്ടോ? അപ്പൊ ദേ സേലം എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. ഇനി പുറത്തോട്ട് ഇറങ്ങാം. പുറത്തോട്ട് ഇറങ്ങിയിട്ട് എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കാം. കാരണം ഈ പ്രായമുള്ള ആൾക്കാരെയും കൊണ്ട് നമുക്ക് ഒരുപാട് ബസ്സിലൊക്കെ കയറി ചുറ്റിക്കറങ്ങി കിടക്കല് പോസിബിൾ അല്ല. നല്ല കാര്യം. എന്തോരം ആളുകൾ, എന്തോരം അമ്മമാരും അതേപോലെ ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന, ഫ്ലൈറ്റ് കയറണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന എന്തോരം പേര് കാണും. ഇത് 1500 അല്ല 3000 രൂപയെ പോലും ഒരു നഷ്ടമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയ്ക്കും എനിക്ക് എന്നെ സംബന്ധിച്ച് അത്രയ്ക്കും എക്സൈറ്റഡ് ആണ്. അത്രയ്ക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാവർക്കും പോകാൻ പറ്റും. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്ന ഏജൻസിന്റെ നമ്പർ വേണമെങ്കിൽ കമന്റ് ചെയ്യാം. ഞാൻ ബെസ്റ്റ് ആയിട്ട് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ സജസ്റ്റ് ചെയ്യാം. ഒരു 1500 രൂപയ്ക്കുള്ളിൽ എന്താണെങ്കിലും ടിക്കറ്റ് മിക്ക ദിവസങ്ങളിലും അവൈലബിൾ ആണ്. ആ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ ഇതേ കാഴ്ച നിങ്ങൾക്ക് ആകാശത്തിന്റെ കാഴ്ച ഇതുപോലെ ഫ്ലൈറ്റിൽ ഇരുന്ന് കാണാം. അപ്പോൾ ഫൈനലി നമ്മൾ ഇതേ സേലം എയർപോർട്ടിൽ ഇറങ്ങി. ഇതൊരു ചെറിയ എയർപോർട്ടാണ്, ഡൊമസ്റ്റിക് എയർപോർട്ട്. ആ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നടന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, സൂപ്പർ. ഒരു കുഴപ്പമില്ലായിരുന്നു, സുഖ വഴി. തിളങ്ങുന്ന വെള്ളിമേഘങ്ങൾക്കിടയിലൂടെ ഒരു യാത്ര ജീവിതത്തിലെ ആദ്യമായിട്ട് യാത്ര സ്വപ്നലോകത്തിലൂടെ. കൊച്ചി എയർപോർട്ടിൽ അവിടെ നിൽക്കാൻ പോലും സമ്മതിക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ വിശാലമായ എയർപോർട്ടാണ്. വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എല്ലാവരും എടുക്കുന്നുണ്ട്. ഫ്ലൈറ്റിന്റെ അവിടെ നിന്നിട്ടൊക്കെ എല്ലാവരും ഫോട്ടോ കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. അവരത്ര വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഇതാട്ടോ സേലം എയർപോർട്ട്. ഈ എയർപോർട്ടിൽ അധികം ഫ്ലൈറ്റ് ഒന്നുമില്ല. ഇൻഡിഗോയുടെ ഫ്ലൈറ്റും അതുപോലെ തന്നെ ഈ കാണുന്ന ഉഡാൻ സ്കീമിലുള്ള എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നല്ല അടിപൊളി ലൊക്കേഷൻ ആട്ടോ. ഈ ഒരു മലനിരകളും അതുപോലെ തന്നെ ഉള്ള കാഴ്ചകളാണ് എയർപോർട്ട് തന്നെ. അമ്മേ, ഈ പ്ലെയിൻ ഇങ്ങനെ ചെരിഞ്ഞു പോയിക്കലോന്ന് ബാലൻസ് പിടിച്ചിരുന്നു. അമ്മ സെന്ററിലായിരിക്കുള്ളൂ പറഞ്ഞു. അമ്മ സൈഡിലേക്ക് പോയി അവിടെ കഥയൊക്കെ പറഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ലഗേജ് എടുത്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെക്കും. ഇവിടെ നമുക്ക് കളക്ട് ചെയ്തിട്ട് വേണം പോകാൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എയർപോർട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള സർവീസ് പ്രൊസീജിയറുകളാണ് ഇവിടെ ഉള്ളത്. എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ തമിഴ്നാട് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്ററിന്റെ ഡീറ്റെയിൽ കൗണ്ടർ ഉണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ ഈ ഇൻഫർമേഷൻ സെന്ററിൽ സാറിനെ പരിചയപ്പെട്ടു. അപ്പോൾ സാറ് പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റുന്ന സ്ഥലത്തെ പറ്റി ഒന്ന് പറയാമെന്ന് പറഞ്ഞു. என் பேர் திருமுருகன், டூரிசம் வேலை செய்கிறேங்க சார். இங்கே பக்கத்தில் பார்த்தீங்கன்னா ஏற்காடு டூரிஸ்ட் பிளேஸ் இருக்குது, மேட்டூர் டேம் இருக்குது, ஒகேனக்கல் இருக்குது, சேலத்தில் சுற்றி பார்க்க நிறைய இடம் இருக்குதுங்க சார். அப்புறம் நிறைய டெம்பிள்ஸ் இருக்குது. விசிட்டர்ஸ் எல்லாம் வாங்க, நல்லா என்ஜாய் பண்ணலாம். ஒரு 1 hour 1.5 hours, அது மட்டும் 2 hours ஆகிடும். ஒகேனக்கல் மட்டும் ஒரு 1.5 மணி நேரத்தில் போயிடலாங்க சார். ஓகேங்க சார், தேங்க்யூ சார். നേരെ എയർപോർട്ടിന്റെ പുറത്തേക്ക് വന്നു. ഇവിടെ നിന്ന് നേരെ പുറത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈവേയുടെ അങ്ങോട്ട് വന്നാൽ വണ്ടി കിട്ടുന്നതാണ് പറഞ്ഞത്. ഇവിടുന്ന് 20 കിലോമീറ്റർ ഉണ്ട് ടൗണിലേക്ക്. നമ്മളിവിടെ വന്നിറങ്ങി കഴിഞ്ഞാൽ ബസ് ഈ എയർപോർട്ടിൽ നിന്നുള്ള സമയമാണ്. ഈ സമയത്ത് മാത്രമാണ് ഇവിടെ നിന്ന് സേലത്തിലേക്ക് ബസ്സോ സർവീസോ അവൈലബിൾ ആയിട്ടുള്ളൂ. 2 മണി കഴിഞ്ഞാൽ 3 മണിക്കാണ് അടുത്ത ബസ് ഉള്ളത്. നമ്മൾ വന്ന ഫ്ലൈറ്റിന് അടുത്ത് ബാംഗ്ലൂർക്കാണ് പോകുന്നത്. ആ ഫ്ലൈറ്റ് അവിടെ ഓൺ ആക്കി സ്റ്റാർട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഫ്ലൈറ്റിന് വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേ പരിചയപ്പെട്ട കോതമംഗലംകാർ, സ്വന്തം നാട്ടുകാരാണ്. നിങ്ങൾ ഈ ഫ്ലൈറ്റ് എങ്ങനെ ഏറ്റവും കുറഞ്ഞ സെറ്റപ്പ് കണ്ടുവന്നാണോ? ഞങ്ങൾ ചുമ്മാ ഒരു ഫ്ലൈറ്റിൽ കയറാനുള്ള ഒരു ആഗ്രഹം. അങ്ങനെ വന്ന് നോക്കി അത് പേരെന്ന് പറഞ്ഞേ. എന്റെ പേര് സലാഹുദ്ദീൻ. എവിടെ വീട് കറക്റ്റ് ആയിട്ട്? ഞാൻ പിടവൂരെന്ന് പറയും, കോതമംഗലത്ത്. ആന്റണി കെ പി. എന്റെ പേര് ജയൻ. ഞങ്ങള് എല്ലാരും കമ്പനിക്കാരാണ്. ഓക്കെ, എങ്ങനെയാ ശരിക്കും പറഞ്ഞ ഇതിനെ പറ്റി അറിഞ്ഞേ?
നമ്മൾ ഈ കുറച്ച് ദിവസമായിട്ട് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും കണ്ട് തന്നെയാണ്. എത്ര രൂപ നിങ്ങൾക്ക് ടിക്കറ്റ് ചാർജ് വന്നേ? ഞങ്ങൾക്ക് 1050 രൂപ ഒരാൾക്ക് 1050 രൂപ. ഞാൻ പറയുമ്പോ ഇനി നുണയാന്ന് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ നിങ്ങളോട് കൃത്യമായിട്ട് ചോദിച്ചത്. 600 സംതിങ് രൂപയാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു പറഞ്ഞുള്ള വീഡിയോ. പക്ഷെ 650 സത്യം എന്താന്ന് വെച്ചാൽ ഈ ടാക്സ് ഇല്ലാതെ പറയുന്ന ബേസ് ഫെയർ ആണ്. അതിന്റെ അകത്ത് ടാക്സും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 1050 രൂപ വരും. അവര് പറയുന്നത് ബേസ് ഫെയർ മാത്രം, ഇതിന്റെ ടാക്സും കൂടെ ആഡ് ചെയ്ത് വരും. നഷ്ടമൊന്നുമില്ലല്ലോ ഇല്ലേ? അതെ അതാണ്. നമ്മള് വീട്ടിൽ നിന്ന് എന്തൊക്കെയാ കൊണ്ടുപോകുന്നത്? ഉണ്ണിയപ്പം, പഴം, പിന്നെ ജാതിക്ക ഉപ്പിലിട്ടത്, ഉപ്പിലിട്ടത്, അങ്ങനെ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ബസ് സർവീസ് ഉണ്ട് സേലം ടൗണിലേക്ക്. ആ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂറോടെ കഴിഞ്ഞ് 3 മണിക്കാണ് ബസ്. അപ്പൊ 3 മണിക്കുള്ള ബസ് പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഫൈനലി നമ്മൾ കാത്തിരുന്ന ബസ് വന്നു കേട്ടോ. ഞങ്ങൾ 3 മണിക്ക് വരുന്ന പറഞ്ഞ ബസ് 3:30ക്കാണ് വരുന്നത്. ഈ ഒരു ബസ് 3 മണിക്ക് വരേണ്ട ബസ്സാണ്. അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഈ ബസ് വന്നത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് പുറത്തോട്ടിറങ്ങി ഹൈവേയിലേക്ക് ഹൈവേയിൽ നിന്ന് സേലം ടൗണിലേക്ക് ബസ് കിട്ടും. ആ ബസ് പിടിക്കാനായിട്ട് അവിടം വരെ നടന്നു പോയതാണ്. അപ്പോൾ എന്താണേലും ഈ ബസ്സേ കയറിയാട്ടോ പോകുന്നത്. ബസ്സേ കയറിട്ടോ, നല്ല അടിപൊളി പുതിയൊരു ബസ്സാട്ടോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് 2 ആണുങ്ങൾക്ക് മാത്രം 14 രൂപ ടിക്കറ്റ് റേറ്റ് ആയുള്ളൂ. ബാക്കി ലേഡീസിനെല്ലാം ഇവിടെ ഫുൾ ഫ്രീ ആണ്. എയർപോർട്ടിൽ നിന്ന് സേലത്തേക്കുള്ള ആ ഒരു ബസ്സിന്. അടിപൊളിയല്ലേ? 14 രൂപയ്ക്ക് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകും. ടിക്കറ്റ് ഫ്രീ ആണെങ്കിലും അവർ നമുക്കൊരു ടിക്കറ്റ് കളർ ചേഞ്ച് ഉള്ള ഒരു ടിക്കറ്റ് തരും. എന്താണെങ്കിലും അതൊക്കെ അടിപൊളി പരിപാടി കേട്ടോ. ആ കാര്യത്തിൽ തമിഴ്നാട്ടിൽ നമ്മൾ സമ്മതിക്കണം. ഓമല്ലൂർ എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡ് വരെയാണ് ഉള്ളത്. ഇവിടെ നിന്നും നമ്മൾ സേലത്തിന് വേറെ ബസ് പിടിക്കണം. നമ്മളൊരു വലിയ മണ്ടത്തരം കാണിച്ചു കേട്ടോ. മണ്ടത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഹാൻഡ് ബാഗേജ് ഞാൻ എയർപോർട്ടിൽ നിന്ന് കയറിയ ബസ്സിൽ മറന്നു വെച്ചിട്ട് ഇവിടെ വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഓർത്തെ. നേരെ തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു മേട്ടൂർ എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡിൽ. അവിടെ ചെന്ന് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു. അവരപ്പം തന്നെ വിളിച്ചു വെച്ച് സേഫായിട്ട് സാധനം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ബസ്സിന് റിട്ടേൺ വരാൻ 1 മണിക്കൂർ എടുത്തു പറഞ്ഞിട്ട് അടുത്തുള്ള ഒരു ടീ ഷോപ്പിൽ കയറിയിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് പറ്റിയതാണ്. ഗവൺമെന്റ് സർവീസിലുള്ള ആളുകൾ കൃത്യമായിട്ട് അത് എടുത്തു വെച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് സമാധാനമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഫൈനലി നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ വന്നു കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പറഞ്ഞ പോലെയൊന്നും നമ്മുടെ യാത്ര ഉദ്ദേശിച്ച പോലെ ഒന്നും ഇവിടെ ഇറങ്ങിയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ യാത്ര അടിപൊളിയായിരുന്നു. ഫ്ലൈറ്റൊക്കെ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. ഇപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ കാര്യമായ രീതിയിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇവിടെ വരുവാണെങ്കിൽ ഏർക്കാട്, ഹൊക്കനക്കലൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ കുറേ ടൂറിസ്റ്റ് പ്ലേസുകൾ കവർ ചെയ്യാം. പക്ഷെ നമ്മുടെ കൂടെ 2 അമ്മമാരൊക്കെ ഉള്ളതുകൊണ്ട് അവരെയും കൊണ്ട് ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നത് എളുപ്പമല്ല അല്ലേ? അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ പുറത്തോട്ടൊന്നും പോയി എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല. അപ്പോൾ എന്താണെങ്കിലും സേലം റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. 9 മണിയുടെ പൂനെ കന്യാകുമാരി എക്സ്പ്രസ്സിന് ആലുവയ്ക്കാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും സൂപ്പറാണെന്നാണ് പറയുന്നത്. എന്താണേലും നമുക്കിനി ആലുവ ചെന്ന് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം. ഇവിടെ സേലം റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഫൈനലി ഞങ്ങളിത് ആലുവയിൽ വന്ന് തിരിച്ച് ട്രെയിൻ ഇറങ്ങിയേക്കുവാണ്. രാവിലെ ഏതാണ്ട് ഒരു 10 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത യാത്രയാണ്. അതിവിടെ കൃത്യം വെളുപ്പിന് 3:30-4 മണി ആ ടൈമിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നാണ് ഇത് ട്രെയിൻ ഇറങ്ങിയേക്കുന്നത്.